വിൻഡോസ് 10 രജിസ്ട്രി ഇൻട്രൊഡക്ഷൻ പാർട്ട് 6. നമ്മൾ ആദ്യം തന്നെ പാർട്ട് 5 എംബഡഡ് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഒരു BMP ഫയലിന് എംബഡ് ചെയ്ത് നോക്കി. ഇതിനാണ് നമ്മൾ എംബഡഡ് എന്ന് പറയുന്നത്. ഈ എംബഡഡ് എന്ന് പറയുന്നത് ഒരു വലിയ ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ എംബഡഡ് C ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മെഷീന് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് കരുതിയാൽ ആ മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാർഡ്വെയറിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളിന് ഒരു മൈക്രോ കൺട്രോളറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിയിൽ ഒരു പ്രോഗ്രാം എഴുതും. ഈ C എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയറാണ്. സിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ട് ഈ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഈ ഹാർഡ്വെയറിൻ്റെ അകത്ത് ഈ C പ്രോഗ്രാമിനെ നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കളയും. ഈ മൈക്രോ കൺട്രോളറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ C പ്രോഗ്രാമിനെ അകത്ത് വെച്ചിട്ട് മൈക്രോ കൺട്രോളറിനെ ക്രിയേറ്റ് ചെയ്ത് കളയും. ഇതുപോലെ നമ്മൾ മൈക്രോ കൺട്രോളറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോ കൺട്രോളർ ആ മെഷീനെ കൺട്രോൾ ചെയ്യും. എംബഡഡ് എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ അകത്ത് ഇൻബിൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ അകത്ത് ഇൻസെർട്ട് ചെയ്യാൻ പറ്റാവുന്ന പോലെ ഒരു C പ്രോഗ്രാമിനെ നമ്മൾ എഴുതുന്നതിന് എംബഡഡ് C എന്ന് പറയും. നമുക്ക് ഈ ക്ലാസ്സിൽ രജിസ്ട്രി എന്തിനു വേണ്ടിയാണ് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യണത് എന്നുള്ള കാര്യം നോക്കാം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ നമ്മൾ രജിസ്ട്രി യൂസ് ചെയ്യാറുള്ളൂ. മറ്റുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യുനിക്സിൽ ലിനക്സിലൊക്കെ നോക്കിയാൽ ഈ രജിസ്ട്രി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇല്ല. അവർ രജിസ്ട്രി ഇല്ലാതെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റൺ ചെയ്യുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രം ഈ രജിസ്ട്രീനെ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണാവുന്നുണ്ട്. നമ്മൾ വിൻഡോസിൽ ഒരു ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്താൽ പ്രോഗ്രാം ഫയൽസ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലോഡാവുന്നത്. ഒരു എക്സാമ്പിളിന് നമ്മൾ ഒരു ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷന് റൺ ചെയ്യാൻ ആവശ്യമുള്ള ഫയൽസ് മുഴുവനും ഈ ഫോൾഡറിൻ്റെ അകത്ത് ലോഡ് ചെയ്യും. പക്ഷേ ഈ ആപ്ലിക്കേഷനെ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കോൺഫിഗറേഷൻ ഇൻഫർമേഷന് രജിസ്ട്രീൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറേ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രോഗ്രാമും തനിച്ച് ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ്റെ ഫയലൊക്കെ അകത്ത് സ്റ്റോർ ചെയ്യും. രജിസ്ട്രീൻ്റെ അകത്ത് ആ പ്രോഗ്രാമിനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് സ്റ്റോർ ചെയ്ത് കളയും. ഒരു എക്സാമ്പിളിന് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു 50 സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ 50 ആപ്ലിക്കേഷനും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് നിങ്ങളുടെ രജിസ്ട്രീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഇതുപോലെ നമ്മൾ കുറേ ആപ്ലിക്കേഷനെ ലോഡ് ചെയ്താൽ രജിസ്ട്രീൻ്റെ സൈസ് നമുക്ക് കൂടുതലാവും. ഒരു എക്സാമ്പിളിന് ഒരു 100 MB എന്ന് ഒരു 200 MBയോളം രജിസ്ട്രി സൈസ് ഇൻക്രീസ് ആവും. നമ്മൾ കമ്പ്യൂട്ടറിന് ഓൺ ചെയ്തതും കമ്പ്യൂട്ടർ രജിസ്ട്രീനെ നോക്കിയിട്ട് ഈ 50 ആപ്ലിക്കേഷനും എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് നമ്മളുടെ കമ്പ്യൂട്ടറുടെ മെമ്മറീൻ്റെ അകത്ത് ലോഡ് ചെയ്യും. ഇതുപോലെ മെമ്മറീൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്ത് റൺ ചെയ്യുന്നുവോ ആ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് മെമ്മറിയിലുള്ള രജിസ്ട്രി ഇൻഫർമേഷനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യും. മൈക്രോസോഫ്റ്റിലുള്ള ഒരു വലിയ പ്രശ്നം എന്തെന്നാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ കുറേ ആപ്ലിക്കേഷനെ ഇതുപോലെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രി സൈസ് കൂടുതലാവും. അതുകൊണ്ട് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തതും ഈ 50 ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് രജിസ്ട്രീനെ നോക്കിയിട്ട് മെമ്മറീൻ്റെ അകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത പിന്നെ ഈ 50 ആപ്ലിക്കേഷനിൽ ഒരു ആപ്ലിക്കേഷൻ പോലും നിങ്ങൾ റൺ ചെയ്തിട്ടില്ലെങ്കിലും മെമ്മറിയിൽ ഈ 50 ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും റൺ ചെയ്തിട്ടില്ല, മെമ്മറിയിൽ ഇതുപോലെ ലോഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ടില്ല, പക്ഷേ കമ്പ്യൂട്ടർ ഈ 50 ആപ്ലിക്കേഷൻ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് മെമ്മറീനെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്യണതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ലോ ആവും. ഇത് തന്നെ മറ്റുള്ള യുനിക്സ് ലിനക്സിലൊക്കെ ഈ രജിസ്ട്രി ഇല്ലാതെ ആപ്ലിക്കേഷനൊക്കെ അവർ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒരു എക്സാമ്പിളിന് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനെ ലോഡ് ചെയ്താൽ ആ ആപ്ലിക്കേഷന് തനിച്ച് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും.
എന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷനെ റൺ ചെയ്യാൻ ആവശ്യമുള്ള ഫയൽസ് എല്ലാം ഈ ഫോൾഡറുടെ അകത്ത് സ്റ്റോർ ചെയ്യും. ഈ ഫോൾഡറുടെ അകത്ത് തന്നെ ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കോൺഫിഗറേഷൻ ഫയലും സ്റ്റോർ ചെയ്ത് കളയും. നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു 50 ആപ്ലിക്കേഷനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ലിനക്സിൽ 50 ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷനൊക്കെ ലോഡ് ചെയ്യും. ഓരോ ആപ്ലിക്കേഷനും എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ആ ആപ്ലിക്കേഷൻ്റെ ഫോൾഡറുടെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് കളയും. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ലിനക്സ് ആപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ മെമ്മറിയിൽ ലോഡ് ചെയ്യില്ല. ഒരു എക്സാമ്പിളിന് നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്താൽ അപ്പം മാത്രം ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഈ കോൺഫിഗറേഷൻ ഇൻഫർമേഷന് മെമ്മറിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്യും. എന്ന് വെച്ചാൽ മെമ്മറിയിലിപ്പോൾ നിങ്ങൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഫയൽസ് കോൺഫിഗറേഷൻ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷനും മെമ്മറിൻ്റെ അകത്തില്ല. ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനെ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മെമ്മറിൻ്റെ അകത്തുള്ള ഈ ഇൻഫർമേഷൻ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മെമ്മറിൻ്റെ അകത്തുള്ള ഫയൽസ് ഈ കോൺഫിഗറേഷൻ ഇൻഫർമേഷൻ മുഴുവനും റിമൂവ് ചെയ്ത് കളയും. ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫയലിനൊക്കെ മെമ്മറിയിൽ ലോഡ് ചെയ്യും. ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ആ ഫോൾഡറിൽ തന്നെയുണ്ട്. അതിനെ നോക്കിയിട്ട് കോൺഫിഗറേഷൻ ഇൻഫർമേഷനെ ലോഡ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനെ റൺ ചെയ്യും. ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്നുവോ ആ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ മെമ്മറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പക്ഷേ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും റൺ ചെയ്തിട്ടില്ലെങ്കിലും 50 ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് മെമ്മറീനെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലിനക്സിൽ ഒരു ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്ത് റൺ ചെയ്തിട്ടില്ലെങ്കിൽ മെമ്മറിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യില്ല. ഇതുപോലെയുള്ളത് കൊണ്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു 100 ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഡ് ചെയ്താൽ പോലും ഒരു ഇൻഫർമേഷനും മെമ്മറിൻ്റെ അകത്ത് ലോഡ് ചെയ്യില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒട്ടും സ്ലോ ആവില്ല. കാരണം നിങ്ങൾ എന്ത് ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്നുവോ ആ സമയത്ത് മാത്രം ആ ആപ്ലിക്കേഷൻ്റെ കോൺഫിഗറേഷനും ഫയലൊക്കെ മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നുള്ളൂ. ആപ്ലിക്കേഷനെ നിങ്ങൾ ക്ലോസ് ചെയ്തതും മെമ്മറീനെ ഫ്രീ ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെയുള്ളത് കൊണ്ട് അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ എത്ര ആപ്ലിക്കേഷനെ ലോഡ് ചെയ്താലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഒട്ടും സ്ലോ ആവില്ല. വിൻഡോസിൽ രജിസ്ട്രി ഉള്ളത് കൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ലോ ആവുന്നുണ്ട് എന്ന് നോക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ലോ ആയാലും അവർ എന്തുകൊണ്ടാണ് രജിസ്ട്രീനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ വേറെ ഒരു കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷന് ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഈ ഫോൾഡർ മുഴുവനും ഫയൽ മുഴുവനും കോപ്പി ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ പേസ്റ്റ് ചെയ്താൽ ഈ ആപ്ലിക്കേഷന് നമ്മൾ റൺ ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ റണ്ണാവില്ല. കാരണം എന്തെന്നാൽ ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ആദ്യത്തെ കമ്പ്യൂട്ടറുടെ രജിസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കമ്പ്യൂട്ടറുടെ രജിസ്ട്രീൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഇല്ല. ഈ ആപ്ലിക്കേഷന് ഈ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യണം എന്ന് കരുതിയാൽ ആപ്ലിക്കേഷനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്താൽ അത് നിങ്ങൾക്ക് റണ്ണാവില്ല. അതിൻ്റെ പകരം ഈ കമ്പ്യൂട്ടറിൽ ഈ ആപ്ലിക്കേഷന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ്റെ ഫയലൊക്കെ ലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് രജിസ്ട്രീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ റണ്ണാവും. വിൻഡോസിൽ രജിസ്ട്രി എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ ലോഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷന് അങ്ങനെ കോപ്പി ചെയ്തിട്ട് വേറെ ഒരു കമ്പ്യൂട്ടറിൽ അതിനെ റൺ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ രജിസ്ട്രീനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ കമ്പ്യൂട്ടറിലും നിങ്ങൾ ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ ആ ആപ്ലിക്കേഷന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലിനക്സിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു എക്സാമ്പിളിന് നമ്മൾ വേറെ ഒരു കമ്പ്യൂട്ടറിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്യണം എന്ന് കരുതിയാൽ ഈ ഫോൾഡറിനെ മുഴുവനും കോപ്പി ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ അകത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ഈ ഫോൾഡറിനെ ഈ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഫയൽ മുഴുവനും അകത്തുണ്ടാവും. ഈ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷനും ഈ ഫോൾഡറുടെ അകത്ത് കോൺഫിഗറേഷൻ ഫയലിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്താൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫയലൊക്കെ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ട്
ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷന് ഈ കോൺഫിഗറേഷൻ ഫയലിനെ നോക്കിയിട്ട് ആ ആപ്ലിക്കേഷന് റൺ ചെയ്ത് കളയും. രജിസ്ട്രി ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത ആപ്ലിക്കേഷന് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് വേറെ കമ്പ്യൂട്ടറിലൊക്കെ റൺ ചെയ്യാൻ പറ്റും. വിൻഡോസിൽ രജിസ്ട്രി ഉള്ളതുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷന് റൺ ചെയ്യണം എന്ന് കരുതിയാൽ ആ ഇൻഫർമേഷൻ ആ കമ്പ്യൂട്ടർ രജിസ്ട്രീൻ്റെ അകത്ത് ഉണ്ടാവണം. രജിസ്ട്രീൻ്റെ അകത്ത് ആ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ രജിസ്ട്രീൻ്റെ അകത്ത് ആ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ വരുള്ളൂ. ഒരു എക്സാമ്പിളിന് ഒരു 10 കമ്പ്യൂട്ടറിൽ നിങ്ങൾ MS ഓഫീസിനെ റൺ ചെയ്യണം എന്ന് കരുതിയാൽ 10 കമ്പ്യൂട്ടറിലും നമ്മൾ MS ഓഫീസിനെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. 10 കമ്പ്യൂട്ടറിലും നമ്മൾ MS ഓഫീസിനെ ലോഡ് ചെയ്യുമ്പോൾ 10 കമ്പ്യൂട്ടറിനും MS ഓഫീസിനെ തനിച്ച് ലൈസൻസ് വാങ്ങിക്കണം എന്ന് ചോദിക്കും. കാരണം നമ്മൾ MS ഓഫീസിനെ ലോഡ് ചെയ്യുമ്പോൾ ലൈസൻസ് കീയിൻ്റെ ഇൻഫർമേഷൻ ഓരോ കമ്പ്യൂട്ടറിലും ടൈപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു MS ഓഫീസ് വാങ്ങിച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ അലോ ചെയ്യുള്ളൂ. വിൻഡോസിൽ അവർ രജിസ്ട്രീനെ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ ഓരോ കമ്പ്യൂട്ടറിലും നിങ്ങൾ ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്യണം എന്ന് കരുതിയാൽ ആ ആപ്ലിക്കേഷന് ആ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ ലൈസൻസ് വാങ്ങിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ രജിസ്ട്രീനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിനക്സിലൊക്കെ ഈ കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. ആ കോൺഫിഗറേഷൻ ഫയലിനെ ഓപ്പൺ ചെയ്താൽ അകത്ത് എന്താണുള്ളത് എന്നുള്ള കാര്യത്തിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രജിസ്ട്രീൻ്റെ അകത്ത് യൂസർ കള്ളത്തരം ഒന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് രജിസ്ട്രീനെ അവർ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാനുവലായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ രജിസ്ട്രിയിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ രജിസ്ട്രി കമ്പ്യൂട്ടറിൽ എന്തിനാണ് അവർ യൂസ് ചെയ്യണത് എന്നുള്ള കാര്യം നോക്കി. താങ്ക് യു.